നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ പ്രാണിക് ഹീലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രാണിക് ഹീലിംഗ് സ്ഥാപകനായ ഗ്രാൻഡ് മാസ്റ്റർ ചൊവ്വ കോക്സോയിയുടെ ജന്മദിനാഘോഷം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടെ സംഘടിപ്പിച്ചു. പാനൂർ പ്രസ് ഫോറം പ്രസിഡന്റ് പി.വി. ചാത്തു മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. നിത്യവും നിൻ കൃപാർക്കടാക്ഷങ്ങളെ ഗണേ ഞങ്ങൾക്കെപ്പോഴും പാരിലാലം പതിനയായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണം. പാനൂർ പ്രാണിക് ഹീലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രാണിക് ഹീലിംഗ് സ്ഥാപകനായ ഗ്രാൻഡ് മാസ്റ്റർ ചൊവ്വ കോക്സോയിയുടെ ജന്മദിനാഘോഷം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടെ സംഘടിപ്പിച്ചു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ പാനൂർ പ്രസ് ഫോറം പ്രസിഡന്റ് വി.പി. ചാത്തു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആ രോഗിയിൽ ജീവൽ ശക്തി പ്രയോഗിച്ചുകൊണ്ട് പ്രതിരോധമുണ്ടാക്കുന്ന ഒരു ചികിത്സാ സംവിധാനമാണ് ഇത് എന്ന് എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ശ്രീനിവാസൻ മാസ്റ്ററിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനിത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയും അല്ലെങ്കിൽ അതുപോലെ കുടുംബാംഗങ്ങളൊക്കെ വിളിക്കാറുണ്ട്. എനിക്ക് തലവേദനയാകുന്നു, എനിക്കല്പം ശരീരത്തിൽ താപനിലയുണ്ട്, അതൊന്ന് കുറക്കാൻ വേണ്ടി ഈ ഒരു സംവിധാനം ഏർപ്പെടുത്താമോ എന്ന് സ്റ്റാഫ് റൂമിലിരുന്നപ്പോൾ പോലും ഈ കാലഘട്ടത്തിൽ വിളിക്കുന്നതും അറിയുന്നതും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഈ പറയുന്ന ചികിത്സാ സംവിധാനത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ പഠിക്കാൻ വേണ്ടിയൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. കോക്സോയി എന്ന പേര്, ചൊവ്വ കോക്സോയി എന്ന പേരായ ഒരു മഹാനാണ് ഈ ഒരു നൂതന സംവിധാനം പ്രായോഗികവും അതുപോലെ തന്നെ സമ്പുഷ്ടവുമായ ഒരു ചികിത്സാ സംവിധാനം എന്ന നിലയിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനമായി ഇന്നിത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ടി. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഫിസിക്കൽ ബോഡിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഊർജ്ജ ബലത്തിലുണ്ട്. അത് കാണാനും തൊടാനും നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള രോഗം എന്താണെന്ന് പറയാൻ പറ്റും. അതുവഴി തന്നെ രോഗത്തെ പുറത്തേക്ക് കളയാൻ പറ്റും. അതാണ് പ്രാണിക് ഹീലിംഗ് ബൈ യൂസിങ് എനർജി. ഊർജം ഉപയോഗിച്ച് ചികിത്സിക്കുക. ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ അഡ്വാൻസ്ഡ് പ്രാണിക് ഹീലിംഗ് നമ്മൾ കൂടുതൽ ശക്തമായ ടെക്നിക്കുകൾ പ്രയോഗിക്കാനുള്ള പരിശീലന പദ്ധതിയാണ്. മൂന്നാമത്തെ ലെവൽ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ, മാനസിക രോഗം. മനസ്സ് എവിടെയാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിലൂടെ പുറത്തു വരുന്ന ബ്രെയിൻ, അങ്ങനെ ചില പ്രത്യേക കേന്ദ്രങ്ങളിലൂടെയാണ്. അതിനാണ് അവർ മരുന്ന് തരുന്നത്. നമ്മളതിൻ്റെ സൂക്ഷ്മതലത്തിൽ മെൻ്റൽ ബോഡി എന്ന് പറയുന്നത്, അതിലേക്കാണ് നമ്മുടെ ഹീലിംഗ് കൊടുക്കുന്നത്. ഉറവിടത്തിൽ നിന്ന് രോഗത്തെ മാറ്റാനുള്ള പരിശീലന പദ്ധതിയാണ് സൈക്കോതെറാപ്പി. ഇത് ചികിത്സ കൂടാതെ ആത്മീയപരമായിട്ട് യാതൊരു പ്രയാസമില്ലാതെ നമുക്ക് എത്രത്തോളം നമ്മുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും, അതിൻ്റെ പരിശീലന പദ്ധതി കൂടിയാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഹീലിംഗ് മാത്രമല്ല, ഹീലിംഗ് ശരിക്കും പഠിക്കുന്നത് നല്ല ഒരു ശരീരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ പരിശീലനം നടത്താൻ പറ്റൂ, അല്ലെങ്കിൽ പ്രയാസമായിരിക്കും. ചടങ്ങിന് BSNL റിട്ടയർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ NO സുരേന്ദ്രൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രവീന്ദ്രൻ സാറിന് കോൺടാക്ട് എന്നെ അങ്ങോട്ട് വിളിച്ചോന്ന് അറിയില്ല. ഞങ്ങളുടെ അസോസിയേഷൻ, ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ ക്ലാസ്സുകൾ 2 ദിവസം സംഘടിപ്പിക്കുകയുണ്ടായി. അതിലെല്ലാവരും വളരെയധികം നല്ല ഒരു പെർഫെക്ഷൻ അത് കൈവരിച്ചിരുന്നു. ഇന്നും കുറേ ആൾക്കാർ അത് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബ്രദർ അതുമായിട്ട് വളരെയധികം മുന്നോട്ട് പോയി ഈ സ്ഥാപനത്തിൽ. പിന്നെ പുള്ളി എന്നെ പോലെയല്ല, വളരെ ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു. എന്ത് വന്നാലും ഞാനും പുള്ളിയായിട്ട് സംസാരിക്കുമ്പം ഞാൻ കുറച്ചുകൂടി ശബ്ദത്തിൽ, പുള്ളി എപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മൾ കൈമാറ്റി എന്ന് പറയും, ശബ്ദത്തിൽ സംസാരിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ സംസാരിക്കണം. അത്രമാത്രം ശാന്തനായ വ്യക്തിയായിരുന്നു. 77-ാം വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. പക്ഷേ 74-5 വയസ്സ് വരെ ഒരു കാലത്തും ആസ്പത്രി കിടക്കേണ്ടി വന്നിട്ടില്ല, ഡോക്ടറെ കാണേണ്ടി വന്നിട്ടില്ല. ഞാൻ ഒരുപാട് തവണ ആസ്പത്രി കിടന്നിട്ടുണ്ട്, ഡോക്ടറെ കാണാറുണ്ട്. അപ്പോൾ ഏതായാലും അദ്ദേഹം
കാലയവനയിലേക്ക് മറിഞ്ഞു. നല്ല സേവനങ്ങൾ ചെയ്തിട്ടാണ് പോയത്. ചടങ്ങിൽ വെച്ച് നിർധനരായ കുടുംബങ്ങൾക്ക് അരവിന്ദൻ മാസ്റ്റർ, അനന്തൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് ഭക്ഷ്യദാന കിറ്റുകൾ വിതരണം ചെയ്തു. തയ്യൽ മിഷൻ വിതരണം ശ്രീനിവാസൻ മാസ്റ്റർ നിർവഹിച്ചു. സാമ്പത്തിക സഹായം ഷൈജ കെ വിതരണം ചെയ്തു. ഗുരുജയന്തിയുടെ ഭാഗമായി തുക്കിലങ്ങാടി, ധർമ്മടം എന്നിവിടങ്ങളിലെ വൃദ്ധസദനങ്ങളിൽ ഭക്ഷണവും നൽകിയിരുന്നു. പ്രാണിക് ഹീലേഴ്സിന്റെ നേതൃത്വത്തിൽ ചടങ്ങിന്റെ ഭാഗമായി ഗുരുവന്ദനം സംഘടിപ്പിച്ചു. भुजमर्चयामि परमं त्वां चिन्तयाम्यन्नहम् त्वामीशं शरणं व्रजामि वचसा चाक्षुषीं सकरुणा दिव्यैश्चिरं प्रार्थिता. ചടങ്ങിന് സുരേഷ് ബാബു മാസ്റ്റർ സ്വാഗതവും ഷാജി കോറോത്ത് നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ്, പാനൂർ.